ഹേയ് ഫ്രണ്ട്സ്, എന്തെല്ലാണ് ഇത്? ഞാൻ വീട്ടിൽ പോയപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്തെല്ലാം കഴിച്ചു എന്ന വീഡിയോ ആണ് കേട്ടോ. അമ്മ രാവിലെ തന്നെ ഇന്നലത്തെ അയിലക്കറി ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അയില ഇന്ന് എടുത്തിട്ട് പൊരിച്ചതാണ്, ഇന്ന് വാങ്ങിയ അയില പൊരിച്ചതാണ്. അങ്ങനെ അയിലക്കറിയും അയില പൊരിച്ചതും പിന്നെ ഗോതമ്പ് ദോശയാണ്. അയിലക്കറി അമ്മേൻ്റെ ഇതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാകും. മോളിഷനാകും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെറും മുളകിട്ട് മാത്രം വെക്കൂല, അതിൽ തേങ്ങാപ്പാലും വേറെ എന്തൊക്കെയും നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ഞാനങ്ങനെ ചിങ്ങമാസം പാട്ടൊക്കെ കേട്ട് ഇത് ആസ്വദിച്ച് അങ്ങ് തിന്നുവാണ്. എനിക്ക് നല്ല സ്വന്തം വീട്ടിൽ വന്ന് തിന്നുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉപ്പിലിട്ട മാങ്ങ അമ്മ എടുത്തു തന്നു. ഇത് നമ്മളെ വീട്ടിൻ്റെ തൊട്ട് മുറ്റത്തിലെ മാവ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ തോല് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഈ മാങ്ങനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമല്ല, പക്ഷേ എൻ്റെ കസിന് കൊടുത്തപ്പോൾ അവളത് ഭരണിയിലൊക്കെ ഇട്ട് വെച്ച് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഇതിൻ്റെ തോല് ഹാർഡും കൂടി ആയതുകൊണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ആ തോലൊക്കെ നല്ല എന്താ പറയുക സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പം അമ്മ എനിക്ക് ഉപ്പിലിട്ട മാങ്ങ എടുത്തു തന്നു. പക്ഷേ എന്നറിയില്ല, പണ്ടത്തെ പോലെ ഉപ്പിലിട്ട മാങ്ങേനോടൊന്നും വലിയ താല്പര്യമില്ല. പഴുത്ത മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഉപ്പിലിട്ട് കൈതച്ചക്ക കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ഞാൻ മനസ്സിലോർത്തു. മാങ്ങേനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് വെണ്ടക്ക വറവും പിന്നെ നമ്മളെ തക്കാളിക്കറിയും പിന്നെ ഉണക്കത്തെരണ്ടി. എൻ്റെ അമ്മ എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. എനിക്ക് ഉണക്ക മത്സ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടം ഉണക്കത്തെരണ്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ അയില രാവിലെ എത്തുന്നല്ലേ, എനിക്ക് അയില വേണ്ട. എന്നിട്ട് ഞാൻ ഇതാണ് കഴിച്ച ആ വെണ്ടക്ക വറവും തക്കാളിക്കറിയും കുഴച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം ഉണക്കത്തെരണ്ടിയും കൂടി വെച്ചാൽ വാവ് അടിപൊളി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പം നല്ല ചൂടല്ലേ ഗൈസ്, അതുകൊണ്ട് അമ്മ നല്ല മാംഗോ ഷേക്ക് അടിച്ചു തന്നു കേട്ടോ. ഇത് നമ്മൾ വാങ്ങിയ മാംഗോ ആണ്, മറ്റേ നല്ല യെല്ലോ കളറിൽ, അത് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മാംഗോനെ കൊണ്ട് ഷേക്ക് അടിച്ചു. അമ്മ എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കും ഞാൻ ഹെൽപ്പൊന്നും ചെയ്യുന്നില്ല, ഞാൻ മറ്റുള്ള ഹെൽപ്പെല്ലാം ചെയ്യാറുണ്ട് കേട്ടോ വീട്ടിൽ പോയാൽ. അങ്ങനെ രാത്രി വെണ്ടക്ക വറവും പിന്നെ അമ്മ വേറെ ഒരു തരത്തിലാക്കിയ അയിലക്കറിയും തക്കാളി കറിയും പിന്നെ അയിലക്കറി മോളിഷൻ തന്നെയാണ്. ചിക്കൻ കറി എൻ്റെ ചേച്ചി കൊടുത്തയച്ചതാണ്, ഞാൻ വന്നുകൊണ്ട് കൊടുത്തയച്ചതാണ്. ഓരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തയക്കും, ഞാൻ വരണമെന്നില്ല, അമ്മക്കും അച്ഛനെല്ലാം കൊടുത്തയക്കും കറികളൊക്കെ. അങ്ങനെ അവർ കൊടുത്തയച്ച കറിയൊക്കെ ആയിരുന്നേ. എന്താ മോനെ ഒരു ടേസ്റ്റ്! ഞാൻ ഇങ്ങനെ വിചാരിക്കും അമ്മ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പം ഇത്രയൊക്കെയല്ലോ ഗൈസ്.